ഹായ്, ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ തന്നെ പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം പുനലൂരായാലും എവിടെ ആയാലും നമ്മൾ പോകുന്ന സമയത്ത് അറിയുന്നവർ സ്നേഹത്തോടൊന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പം വീഡിയോസ് ഒന്നും ചെയ്യാത്തേ, കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അപ്പം ഞാൻ എപ്പോഴും പറയും, ചേട്ടാ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ചേച്ചി ഇതേപോലൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ കാരണം പറഞ്ഞിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. നിങ്ങളോടൊക്കെ പറയും. തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ വീഡിയോ ചെയ്യാതിരുന്നപ്പോഴാണ്. നിങ്ങൾ ചെയ്യണം, നമ്മൾ കാണാറുണ്ട്, ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഒരു വല്ലാത്തൊരു സന്തോഷം. അപ്പം തിരക്കി എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയാണ്. പിന്നെ ഇനി എന്താണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാതെ ഒന്ന് ഡൗൺ ആയി പോയെന്നുള്ള എൻ്റെ റീസൺ പറയാം. മെയിനായിട്ടെന്ന് വെച്ചാൽ ഒരു സാധാ കുഞ്ഞിൻ്റെ ഒരമ്മയല്ല ഞാൻ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫാക്റ്റ്. അപ്പം ആ കാരണങ്ങൾ കൊണ്ട് എൻ്റെ മോന് ഓട്ടിസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവന് ക്രോമസോമിനകത്ത് ചെറിയൊരു കോപ്പി നമ്പർ വേരിയേഷൻസ് ഉണ്ട്. ഇത് നമ്മളൊരു 2.25 വയസ്സിലേ ഫൈൻഡ് ഔട്ട് ചെയ്തു. കാര്യം മോനെ കണ്ടാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുഞ്ഞാണെന്ന് ആരും പറയില്ല. അതുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നെ തീർത്തും അടുത്തറിയാവുന്നവർക്ക് മാത്രമേ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അല്ലാതെ പൊതുവേ നോക്കുമ്പം ആർക്കും ഈ കാര്യങ്ങൾ അങ്ങനെ ഞാൻ പബ്ലിക്കലി റിവീൽ ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനൊരു മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയില്ല. ഒരു സമയമാവട്ടെ എന്നൊക്കെ ഒരു ചിന്താഗതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. എന്നെപ്പോലുള്ള പേരൻസൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ മൈൻഡ് സെറ്റിൽ എന്തോ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഡൗൺ ആയി പോകുന്ന പേരൻസ് ഉണ്ട്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ സമൂഹത്തിലുണ്ട്. മിക്ക ആൾക്കാരും എല്ലാം ഈ ക്യാൻസർ പേഷ്യൻസ് അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബോധേഡാവും, അല്ലെങ്കിൽ തളർന്നു കിടക്കും, അങ്ങനത്തെ. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അല്ലെ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമൂഹം ഒരു ചുരുക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ അനുഭവത്തിലും. പിന്നെ അവർക്ക് കൂടുതലും നേരിടേണ്ടി വരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ അവർ എപ്പോഴും പ്രാപ്തരായിരിക്കുന്ന ഒരു വ്യക്തികളായി അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ഇത് ശരിക്കും പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്, ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇതെന്താണ് ഇങ്ങനെ പറ്റുന്നത്? ഓരോരുത്തർക്കും ഓരോരോ ഉത്തരങ്ങളാണ്. എനിക്കിതിനകത്ത് ഉത്തരമില്ല, എനിക്കിതിനകത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. അനേക കുഞ്ഞുങ്ങളെ ഈ മാതാപിതാക്കൾ കളയുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ആണെങ്കിൽ ഞങ്ങൾ പൊന്നേ പോലാണ് ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല. ഇതെല്ലാം ഫേസ് ചെയ്ത് 1 by 1 ആയിട്ട് തരണം ചെയ്ത് മുമ്പോട്ട് വരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എന്തിയെന്ന് തിരക്കിയ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഞാൻ ഇന്നിപ്പം ഈ വീഡിയോസ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഈ കോക്ടെയിൽ ആർട്സ് എന്ന് പറയുന്ന വെഡ്ഡിങ് കമ്പനിയാണ് നമുക്ക് പുനലൂരുള്ളത്. ഇപ്പോൾ 2 years ആയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന ടൈം എല്ലാം ഞാനതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. മാക്സിമം എന്നാലാവുന്ന എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനെല്ലാം മെയിൻ റീസൺ എന്ന് വെച്ചാൽ, എൻ്റെ മോൻ സാധാരണ ഒരു കുഞ്ഞല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന അംഗൻവാടികളിലൊക്കെ ഇരുത്തുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പുനലൂർ ചെമ്മന്തൂരുള്ള ടൈം കിഡ്സ് സ്കൂളാണ്. ശ്രീദേവി ടീച്ചറിനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു 3-3.25 വയസ്സിനകത്ത് ഞാൻ പോയി അപ്രോച്ച് ചെയ്യുന്ന ടീച്ചറെ. ഇതേപോലെ മോർണിംഗ് ഒരു ഇതുണ്ട്, ഞാൻ ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചില്ല, എല്ലാം റിവീൽ ചെയ്ത് തന്നെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം. സാധാ സ്കൂളാണ്, പക്ഷേ എൻ്റെ കുഞ്ഞിനെ അവർ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്ന ആ ഒരു ജീവിത ശൈലി എല്ലാം കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ടൈം കിഡ്സാണ്. ശ്രീദേവി ടീച്ചർ, ബിന്ദു ടീച്ചർ, സംഗീത ടീച്ചർ, അവിടുത്തെ അങ്കിള്, ആയമാർ. ഇനി ഞാൻ എവിടെല്ലാം എത്തിയെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നത് ഇവരോട് തന്നെ ആയിരിക്കും. കാര്യം അത്രയും എൻ്റെ ലൈഫിനെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി സമൂഹത്തിൽ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ വീഡിയോസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വരെ എത്താൻ കാരണമായത് ഉറപ്പായിട്ടും അവരാണ്. അതുകൊണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ടൈം കിഡ്സിനോട് എനിക്ക് ആ ഒരു കടപ്പാട് മാറത്തില്ല.
പിന്നെ ഞാൻ അപ്പം അവനെ ഒത്തിരി അവർ കയറ്റിക്കൊണ്ട് വരാൻ നോക്കി, ട്രൈ ചെയ്തു. പക്ഷേ ഇവനിലൊരു 6 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു ഇച്ചിരി ദേഷ്യം ഒരു ക്യാരക്ടർ വന്നു. അപ്പം സാധാ സ്കൂളല്ലേ, ഇപ്പം എല്ലാ പേരൻസും അവിടുത്തെ മിക്ക പേരൻസിനും മോൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. പലരും നമ്മുടെ അടുത്ത് ആ പേരൻസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഓ ഏതുവാണോ അങ്ങനെ ചെയ്തേ, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എങ്കിലും എനിക്കറിയാം, കാര്യം അവരപ്പോൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്കൂൾ ചേഞ്ചിങ് ഓപ്ഷനിലേക്ക് ഞാൻ പോയത്. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞിൻ്റെ കുറവുകൾ അറിഞ്ഞ് നമുക്ക് എടുക്കുന്നൊരു സ്കൂൾ വേണം. അങ്ങനെ ഞാൻ കുറേ സ്കൂൾ തപ്പി അവസാനം പത്തനാപുരത്ത് സാൻജോയ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂൾ ഞാൻ കണ്ടുപിടിച്ചു, കുഞ്ഞിനെ അവിടെ ആക്കി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിയപ്പം എന്ത് ചെയ്യണം, എങ്ങനെയാണ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നപ്പം എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇച്ചിരി ഡൗൺ ആയി. അതൊരു അമ്മയെന്ന വികാരമായിരിക്കാം. പിന്നെ അവനെ എങ്ങനെ സേഫ് ആക്കാം, അല്ലെങ്കിൽ കാര്യം നമ്മൾ അവനെ വീട്ടിൽ മാത്രം ഹോൾഡ് ചെയ്യുന്നൊരു രീതിയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവനിൽ കുറച്ച് മാറ്റങ്ങൾ വരണമെങ്കിൽ അവൻ വെളിയിലിറങ്ങി ഇതാവണം, ഒരു സോഷ്യലൈസേഷൻ വേണം. അപ്പോൾ അതിൻ്റെ ഒറ്റൊരു റീസൺ കൊണ്ടാണ് പല സമയങ്ങളിലും നമുക്ക് ഈ പറയുന്ന വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. പിന്നെ വീഡിയോസ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം നമ്മൾ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എങ്ങനെയാണെന്നൊക്കെ ഇനി എന്താ ചെയ്യാത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 80% റീസൺ ഇതാണ്. പിന്നെ ഈ വർക്ക് പ്രഷർ, നമ്മൾ അത് വർക്കിന് പോയിട്ട് വന്ന് ടയേർഡാകും, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാം മാനേജ് ചെയ്യുമ്പോഴത്തേക്കിനും കൂടുതലും ഞങ്ങൾ സിംഗിൾ റീൽസ് അല്ല ചെയ്യാറുള്ളത്, കപ്പിളാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇതിനകത്തൊരു കാര്യം. ഇപ്പം ഞാൻ മെൻ്റലി ഓക്കെയാണ് കേട്ടോ. കാര്യം ഞാൻ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒത്തിരിയും പൊരുത്തപ്പെട്ടു. എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ 1 by 1 ആയിട്ട് എൻ്റെ മൈൻഡിനെ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് ചെയ്യാം. ഞാനൊരു ഓട്ടോയിൽ കയറുമ്പോൾ പോലും ചില ചേട്ടന്മാർ ചോദിച്ചിട്ടുണ്ട്, എന്താ വീഡിയോസൊന്നും ഇപ്പം ചെയ്യാത്തേ, കാണാറുണ്ടല്ലോ, എന്താ ചെയ്യാത്തേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് ഈ കാര്യം പറയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം. സപ്പോർട്ട് ഉണ്ടാവണം. വർക്കൊക്കെ വരുമ്പോൾ കോക്ടെയിൽ ആർട്സിനെ മറക്കില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയ ചേഞ്ചൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ടാറ്റാ.